Yes, ma'am. Okay. സോ അപ്പം ഇന്ന് നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ വീക്ക് നമ്മൾ എടുത്തതിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീക്ക് നമ്മൾ ഇംഗ്ലീഷിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്തു. 2023-24 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇംഗ്ലീഷിൻ്റെ പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തു. അതുപോലെ തന്നെ ലോജിക്കലിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കി വരുന്ന ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പിന്നെ വരുന്ന ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷനുമാണ്. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ടൈം നമ്മൾ നിർത്തിയത് 51 ഡിസ്കസ് ചെയ്തിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51 ഡിസ്കസ് ചെയ്തിട്ടാണ്. നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 52. Choose the appropriate pair of words to fill the blanks. The dash altitude of the government in tackling the problem of the army personnel has made them dash. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ട്, പേപ്പറിൽ വന്നിട്ടുള്ള എററാണ്. ദ ഡാഷ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഗവൺമെന്റ് എന്നല്ല, ദ ഡാഷ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഗവൺമെന്റ് എന്നാണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇവിടെ ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ചിനെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആറ്റിറ്റ്യൂഡ് എന്നുള്ള ടേമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചെറിയ എററാണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഹോട്ടി പത്തറ്റിക്, ബി അഡമന്റ് അഫ്രൈഡ്, സി ആർബിട്രറി റെസ്റ്റീവ്, ആൻഡ് ഡി അൺകെയർഡ് ആൻഡ് റെസ്റ്റ്ലെസ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ആർബിട്രറി ആൻഡ് റെസ്റ്റീവ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഇവിടെ ഫസ്റ്റ് വരിക, ദ arbitrary attitude of the government in tackling the problem of the army personnel has made them restive എന്നാണ് പറയുന്നത്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അൺഫെയർ ആയിട്ടുള്ള പ്രോപ്പർ റീസണിങ് ഇല്ലാത്ത ഒരു ഇമ്പൾസീവ് ഡിസിഷൻസിനെ അല്ലെങ്കിൽ ഇമ്പൾസീവ് ആറ്റിറ്റ്യൂഡിനെ ഒക്കെയാണ് ആർബിട്രറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റെസ്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അവസ്ഥനെയാണ്, അത് അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അവസ്ഥനെയാണ് റെസ്റ്റീവ് എന്നുള്ള ടേം കൊണ്ടും മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ആൻഡ് ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹോട്ടി ആൻഡ് പത്തറ്റിക് ആണ്. ഹോട്ടി എന്ന് പറഞ്ഞാൽ അരഗൻ്റ് ആയിട്ടുള്ള, അഹങ്കാരം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഹോട്ടി എന്ന് പറഞ്ഞ ടേമിൻ്റെ മീനിങ്. ആൻഡ് പത്തറ്റിക് എന്ന് പറഞ്ഞാൽ പിറ്റി, കഷ്ടത ആയിട്ടുള്ള ഒരു അവസ്ഥനെയാണ് പത്തറ്റിക് എന്ന് പറയുന്നത്. അഡമന്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷനിൽ അഡമന്റ് എന്ന് പറയുന്നത് എന്താണ്? അഡമന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റബേൺ ആയിട്ടുള്ള, വാശി എന്നൊക്കെ അർത്ഥമാണ് അഡമന്റ് എന്ന് പറയുന്നത്. ആൻഡ് അഫ്രൈഡ് എന്ന് പറയുന്നത് അറിയാവുള്ളൂ, എല്ലാവർക്കും മീനിങ് അറിയാവുള്ളൂ. അപ്പം ഇത് രണ്ടും എന്താണ്? ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. ആൻഡ് ഓപ്ഷൻ ഡി നോക്കിക്കേ, അൺകെയർഡ് ആൻഡ് റെസ്റ്റ്ലെസ്. ഇത് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് നമുക്ക് തോന്നും. അൺകെയർഡ് ആൻഡ് റെസ്റ്റ്ലെസ് മീനിങ്ങും ഒക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ എന്താണ്, ഇതൊരു ഓക്വേർഡ് യൂസേജ് ആണ്. ഒരു സെന്റൻസിനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു യൂസേജ് ആയിരിക്കും അൺകെയർഡ് ആൻഡ് റെസ്റ്റ്ലെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെന്റൻസിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുമ്പോൾ സെന്റൻസിന്റെ ലോജിക്കും കോണ്ടെക്സ്റ്റും ഗ്രാമറും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാനായിട്ട്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്, ആർബിട്രറി ആൻഡ് റെസ്റ്റീവ്. The arbitrary attitude of the government in tackling the problem of the army personnel has made them restive. ഇനി നെക്സ്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിൻ, റിനൗൺസ്, റിലിംഗ്വിഷ്, ഡിസോൺ. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ആൻഡ് റിനൗൺസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ് വരുന്നത്.
ഫോർസേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഒഴിവാക്കുന്നതിന് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. റിലിംഗ്വിഷ് അതുപോലെ തന്നെ സെയിം മീനിങ് ആണ്. ആൻഡ് ഡിസോൺ ഓൾസോ സെയിം മീനിങ്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ എന്താണ്, ഇതിൻ്റെ സിനോണിംസ് ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നമുക്ക് ഇവിടെ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഒരു പൊസിഷൻ ബ്ലാങ്ക് ആണ്, അത് ഫിൽ ചെയ്യാനാണ്. എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? എന്താണ് നമുക്ക് തന്നിട്ടുള്ള സീരീസ്? 7, 15, 31, 55 -127. ഈ ബ്ലാങ്ക് പോർഷനാണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം ഇങ്ങനത്തെ ഒരു സീരീസ് കാണുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. അതിൽ ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ്, കണക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഡിഫറൻസ് പാറ്റേൺ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നോക്കുമ്പോൾ ഡിഫറൻസ് പാറ്റേൺ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം 15 - 7 എന്താ വരിക? 8 ആണ് വരിക. ഓക്കെ, 15 - 7 എന്ന് പറയുന്നത് 8 ആണ് വരിക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്പർ ഏതാണ്? 31 - 15 എത്രയാണ് വരിക? 16 ആണ് വരിക. ഓക്കെ, ആൻഡ് അഗെയിൻ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 55 - 31 എത്രയാണ് വരിക? 24 ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം എന്താണ്, ഇതിൽ 8ൻ്റെ മൾട്ടിപ്പിൾസിനെ ആഡ് ഓൺ ചെയ്ത് പോവാണ് ഈ നമ്പേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് നമ്പറും 55ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടണം? 32 കിട്ടണം. ഓക്കെ, അതായത് ഇവിടെ ബ്ലാങ്ക് പോർഷനിലുള്ള നമ്പർ സപ്പോസ് എക്സ് ആണെങ്കിൽ x - 55 എന്ത് കിട്ടണം? നമുക്ക് 32 കിട്ടണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ആൻസർ കൺഫേം ചെയ്യാൻ എന്ത് കിട്ടണം? 127 എക്സിനെ മൈനസ് ചെയ്താൽ 40 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് എക്സിനെ കണ്ടെത്താൻ എന്ത് ചെയ്യാം? 55നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടും. എന്താണ്? 55 + 32 എത്രയായിരിക്കും? 87 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ആൻഡ് 127 - 87 എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റേസ് ചെയ്യണം കേട്ടോ. എന്താണ് ഡൗട്ട്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ടൈപ്പ് ചെയ്തിട്ടോളൂ, അല്ലെങ്കിൽ റേസ്. ഓക്കെ, 54 ആണോ ഡിസ്കസ് ചെയ്യേണ്ടത്? ഒന്നുകൂടെ. ഓക്കെ, നമുക്കിവിടെ ഒരു നമ്പർ സീരീസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്പർ സീരീസ് എന്താണ്? 7, 15, 31, 55 -127. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഈ നമ്പറിനെയാണ് കണ്ടെത്തേണ്ടത്. ആ നമ്പറിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക? നമുക്ക് ഫസ്റ്റ് അത് കണ്ടെത്താൻ ഇതിൽ ഈ നമ്പേഴ്സ്, ഈ തന്നിട്ടുള്ള നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിലൊരു പാറ്റേൺ ഉണ്ടാവും സാധാരണ ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ആ പാറ്റേൺ എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യും. അതിൽ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? ഫസ്റ്റ് ഇതിൽ നമ്മൾ ഡിഫറൻസ് പാറ്റേൺ നോക്കുക. ഡിഫറൻസ് പാറ്റേൺ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഓരോ നമ്പേഴ്സിൻ്റെയും ഇടയിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 7 + 8 എന്ന് പറയുന്നതാണ് 15. അതുപോലെ തന്നെ
15 പ്ലസ് 31 എന്ന് പറയുന്നത് 15 പ്ലസ് 16 ആണ് 31. അതുപോലെ 31 പ്ലസ് 24 ആണ് എന്ത് എന്ന് പറയുന്നത് 55 എന്ന് പറയുന്നത്. അപ്പോൾ 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അടുത്ത നമ്പർ നമ്മൾ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇതിലൂടെ ഈ നമ്പറിന്റെ നെക്സ്റ്റ് 8ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മൾ 8 കണ്ടു, ഇവിടെ 16, ഇവിടെ 24 ആയിരുന്നു. 55 ആൻഡ് 31 തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? 24 ആയിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത മൾട്ടിപ്പിൾ എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ വരുന്നത് 32 ആണ്. ഓക്കെ, സോ 55 പ്ലസ് 32 എന്താണോ വരുന്നത് അതാണ് ഇതിന്റെ ആൻസർ. സോ 55 പ്ലസ് 32 എന്ന് പറയുന്നത് എന്താണ്? 87 ആണ്. 55ലൂടെ 32 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 87 എന്ന് പറയുന്നത്. ആൻഡ് 8ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എന്താ വരിക? 32 കഴിഞ്ഞാൽ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എന്താ വരിക? 40 ആണ് വരിക. സോ ഇവിടെയുള്ള ഈ ടേമും ഈ നമ്പറും ഈ 127ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? 40 ആയിരിക്കണം. അപ്പൊ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 127 മൈനസ് 87 എന്താണ് ആൻസർ കിട്ടുക? 40 തന്നെയാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ സെഡ് ടു എ ലേഡി, ദ സൺ ഓഫ് യുവർ ഓൺലി ബ്രദർ is the brother of my wife. What is the lady to the man? അപ്പോൾ ഇതൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറയുക ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം നമ്മൾ തന്നിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓരോരുത്തർ തമ്മിലുള്ള റിലേഷൻ ആദ്യം നോക്കുക. നമുക്ക് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഓരോരുത്തർ തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്? ദ സൺ ഓഫ് യുവർ ഓൺലി ബ്രദർ. എ മാൻ സെഡ് ടു എ ലേഡി, ദ സൺ ഓഫ് യുവർ ഓൺലി ബ്രദർ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. വാട്ട് ഈസ് ദ ലേഡി ടു ദ മാൻ? ഒരാള് ഒരു ലേഡിനോട് പറയുന്നു നിങ്ങളുടെ ഓൺലി ബ്രദറിന്റെ മകൻ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ ബ്രദറാണ്. ഓക്കെ, അപ്പൊ ഈ ലേഡിയുടെ ഓൺലി ബ്രദർ, ലേഡിയുടെ ബ്രദറിന്റെ ഈ ബ്രദറിന്റെ മകനെ സൺ, ഇയാള് ബ്രദറിന്റെ സൺ എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന വ്യക്തിയുടെ വൈഫിന്റെ ബ്രദറാണ്. ഓക്കെ, ഈ പറയുന്ന വ്യക്തിയുടെ വൈഫിന്റെ ബ്രദറാണ്. അപ്പൊ ഈ സൺ എന്ന് പറയുന്നത് ഇയാളുടെ ആരാണ്? വൈഫിന്റെ ബ്രദർ ആവുമ്പോൾ ഈ സണ്ണ് ആരാവും? ഈ വ്യക്തിയുടെ ബ്രദർ ഇൻ ലോ ആവും. ഓക്കെ, ബ്രദർ ഇൻ ലോ ആവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലേഡിയുടെ ബ്രദർ, അതായത് ഈ സണ്ണിന്റെ ഫാദർ ആരാവും? ഫാദർ ഇൻ ലോ ആയിരിക്കും. ആൻഡ് ഫാദർ ഇൻ ലോ എന്ന് പറയുന്നത് ഈ ലേഡിയുടെ ബ്രദറാണ്. സോ അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണ്. Okay. Next question. Fill in the blank. നേരത്തെ തന്ന പോലെ ഒരു സീരീസ് ആണ്. -4, -1, 4, 11, 20, ഡാഷ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഓപ്ഷൻസ്? 30, 31, 32 and 33. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ആദ്യം ഇതിന്റെ ഡിഫറൻസ് പാറ്റേൺ നോക്കാം. എന്താണ് ഇവിടെ എഴുതി കാണിക്കാൻ പറ്റാത്തതിന്റെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ.
അതുകൊണ്ടാണ്. അപ്പോൾ -4 -1 എന്താണ് കിട്ടുക? ഇവിടെ മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആവും. എന്താണ് കിട്ടുക? സോറി ഒരു എറർ സംഭവിച്ചു, സോറി കേട്ടോ. സോറി, നമ്മൾ -1 ആൻഡ് -4 തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ആദ്യം -1 -4. അപ്പോൾ മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആവും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 3. ആൻഡ് നെക്സ്റ്റ് എന്താണ്? 4 -1. 4 -1 എന്താണ്? മൈനസ് ആൻഡ് മൈനസ് പ്ലസ് വിൽ ഗെറ്റ് 5. 4 + 1 5. ആൻഡ് നെക്സ്റ്റ് എന്താണ്? 11 -4. 11 -4 എന്താണ്? 7. അപ്പോൾ നമുക്ക് ഇവിടെ പാറ്റേൺ കിട്ടിയില്ലേ? ഓഡ് നമ്പേഴ്സിൻ്റെ അഡീഷൻ ആണ് നടന്നിട്ടുള്ളത്. സോ ഇവിടെ 3 + 3 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ +5, ഇവിടെ +7 ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് +9. 11 + 9 ആണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ 9 കഴിഞ്ഞ് നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാണ്? 11 ആണ്. അപ്പോൾ 20 + 11 31. 31 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി 31 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3:4:5 ആസ് 9:41. നമ്മളോട് ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ 35, ബി 40, സി 45 ആൻഡ് ഡി 12. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 3, 4, 5 ഇതേ സെയിം റിലേഷൻ ആണ് ഈ 3 അക്കങ്ങളും തമ്മിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 3, 4, 5 എന്നുള്ള നമ്പേഴ്സിന്റെ റിലേഷൻ എന്താണ്? ഓക്കെ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. പക്ഷെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്നുള്ള പാറ്റേൺ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ 9, 10, 11 ആയിരിക്കും ഇവിടെ വരുന്ന ഓപ്ഷൻസ് ഓർ ഇവിടെ വരുന്ന പാറ്റേൺ. സോ അത് കോൺസിക്യൂട്ടീവ് ആണെന്നുള്ളതല്ല, മറിച്ച് ഇത് 3, 4, 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ a² + b² = c² എന്ന് വരുന്ന പാറ്റേണുകൾ ABC ഇങ്ങനെ വരുന്ന, അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 3 + 4 + 5 3, 4, 5 ആണ് ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ്. സോ ഇവിടെ ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലെറ്റിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് കേട്ടോ 3, 4, 5 എന്ന് പറയുന്നത്. അതായത് 3² + 4² will be equal to 5². ഓക്കെ, ഇതെല്ലാ നമ്പേഴ്സും ഇതുപോലെ ആയിരിക്കൂല. ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനെ പറയുന്നതാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്നുള്ളത്. ഇങ്ങനെയുള്ള റിലേഷനിൽ വരുന്ന നമ്പേഴ്സിനെയാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയുക. ഓക്കെ, സോ എന്താണ് 3² എന്ന് പറയുന്നത് 9 + 4² എന്ന് പറയുന്നത് എത്രയാണ്? 16 will be equal to 25. 5² എന്ന് പറയുന്നത് 25 അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വരുന്ന നമ്പേഴ്സിനെയാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയുക. സോ അതേ ഒരു ലോജിക്കാണ് നമ്മൾ
ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് 9:-41 എന്ന് പറയുന്നത്. അതായത് എന്താണ് 9² പ്ലസ് ഇവിടുത്തെ നമ്പേഴ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. x² will be equal to 41². This is another Pythagorean triplet. Okay. So 9² എന്ന് പറയുന്നത് എത്രയാണ്? 81 ആണ്. 81 പ്ലസ് x² നമുക്ക് അവിടെ കണ്ടെത്തേണ്ട നമ്പർ സ്ക്വയർ ചെയ്താൽ വിൽ ബി ഈക്വൽ ടു 41². 41² എത്രയാണ്? 1681 ആണ് 41² എന്ന് പറയുന്നത്. 1680 ഇതാണ് 41ന്റെ സ്ക്വയർ. ഓക്കെ, സോ 81 പ്ലസ് x² is equal to 1681. ഓക്കെ, സോ x² എന്താണ്? x² എന്തായിരിക്കും? 1681 മൈനസ് 81 വരുന്നത്. 1681 മൈനസ് 81 will be equal to 1600. ഓക്കെ, 1600ന്റെ സ്ക്വയർ റൂട്ട് ആണ് ആൻസർ വരിക. x will be equal to square root of 1600. 1600ന്റെ സ്ക്വയർ റൂട്ട് ആണ് 40. ഓക്കെ, സ്ക്വയർ റൂട്ട് കണ്ടെത്താനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ 40 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the following series is written in the reverse order, which number will be third to the right of the sixth number of the left? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? നമുക്കിവിടെ സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ള റൂൾസ് എന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്? റിവേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ഫോളോയിങ് സീരീസ് ഇസ് റിട്ടൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡറിൽ ഈ സീരീസ് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ആക്ച്വൽ സീരീസിൽ എങ്ങനെയാണ് 6 2 1 0 5 11 എന്ന് വരുന്നത്. റിവേഴ്സിൽ എഴുതുമ്പോൾ ഇവിടെ ആദ്യം വരിക 4 8 3 0 7 9 ഇങ്ങനെയായിരിക്കും വരിക. ഇത് ഞാൻ റിവേഴ്സ് ചെയ്ത് ഇവിടെ എഴുതുന്നില്ല, ഒരുപാട് ടൈം എടുക്കും. ഇവിടെ നമുക്ക് ഇതിൽ റിവേഴ്സ് ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 4, സെക്കൻഡ് നമ്പർ 8, തേർഡ് നമ്പർ 3, ഫോർത്ത് 0 അങ്ങനെ. ഓക്കെ, സോ പിന്നെ തന്നിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ സിക്സ്ത് നമ്പർ എന്നുള്ളതാണ് പിന്നത്തത്. അതായത് വിച്ച് നമ്പർ വിൽ ബി ദ തേർഡ് ടു ദ റൈറ്റ് ഓഫ് ദ സിക്സ്ത് നമ്പർ. അപ്പോൾ ആദ്യം നമ്മൾ സിക്സ്ത് നമ്പർ എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ ലെഫ്റ്റ് നിന്ന് നോക്കുമ്പോൾ, അതായത് ഇത് റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും? 4 ഫസ്റ്റ് നമ്പർ, 8 സെക്കൻഡ് നമ്പർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് നമ്പർ ആണ് എന്ത്? 9 എന്ന് വരിക. ഓക്കെ, ഇനി എന്താ കണ്ടെത്തേണ്ടത്? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെക്കൻഡ് റൂളാണ് സിക്സ് നമ്പർ കണ്ടെത്തുക. ആൻഡ് പിന്നെന്താ നമുക്ക് കണ്ടെത്തേണ്ടത്? നമുക്ക് ശരിക്കും കണ്ടെത്തേണ്ടത് ഈ സിക്സ്ത് നമ്പറിന്റെ റൈറ്റിലേക്കുള്ള മൂന്നാമത്തെ നമ്പറാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, റൈറ്റിലേക്കുള്ള മൂന്നാമത്തെ നമ്പറാണ് കണ്ടെത്തേണ്ടത്. സോ ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പേഴ്സൊക്കെ എന്താണ്? ഇതിന്റെ ലെഫ്റ്റിലോ 9ന്റെ ലെഫ്റ്റിലോട്ടുള്ള നമ്പേഴ്സാണ്. ഇത് റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് മൈൻഡിൽ വെക്കണം കേട്ടോ. ഇതൊക്കെ ലെഫ്റ്റിലോട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് പിന്നെ 9ന് ശേഷം വരുന്ന നമ്പേഴ്സ് ആയിരിക്കും റൈറ്റിലോട്ടുള്ളത്. സോ റൈറ്റിലോട്ടുള്ള നമ്പർ ഏതാണ്? തേർഡ് നമ്പർ ഏതായിരിക്കും? 3 7 13. 13 ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ 13 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If today is Monday, then what will be the day of week after 49 days? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആൻഡ് മൺഡേ. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇന്ന് മൺഡേ ആണെങ്കിൽ 49 ദിവസം കഴിഞ്ഞ്, അതായത് ഇനിയുള്ള 49ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വീക്കിലെ ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു വീക്കിൽ എന്ന് പറയുന്നത് 7 ഡേയ്സ് ആണുള്ളത് അല്ലേ? ഒരു വീക്കിൽ 7 ഡേയ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ 49 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 49 ഡേയ്സിൽ എത്ര വീക്ക് ഉണ്ട്? 49 ഡിവൈഡഡ് ബൈ 7, 7 വീക്ക് ഉണ്ട്. ആൻഡ് നമ്മൾ ഓരോ വീക്ക് കഴിയുമ്പോഴും എന്താ പറയുക, ഇപ്പം ഇന്ന് മൺഡേ ആണ്, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു വീക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ദിവസം എന്ന് പറയുന്നത് എന്തായിരിക്കും? വീണ്ടും മൺഡേ ആയിരിക്കും അല്ലേ? സോ ഇവിടെ എന്താണ്, ഇവിടെ റിമൈൻഡേഴ്സ് ഒന്നുമില്ല. കറക്റ്റായിട്ട് 7 വീക്കാണുള്ളത്. സോ 7ാമത്തെ വീക്ക് കഴിയുമ്പോഴും, അതായത് 49th ഡേന്റെ അന്നും ഏതായിരിക്കും ദിവസം? മൺഡേ തന്നെ ആയിരിക്കും ദിവസം. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മൺഡേ. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ്. എന്താണ് നമുക്ക് തന്നിട്ടുള്ള സീരീസ്? MHNIOJ ഡാഷ്. അപ്പോൾ നമ്മൾ ഇതിലും പാറ്റേൺ കണ്ടെത്താണ് ആദ്യം വേണ്ടത്. ഇതും ഒരു സീരീസ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ തന്നിട്ടുള്ള പാറ്റേൺ എന്താണെന്ന് നോക്കാം. MHNIOJ. ഇതിലെന്താണ് ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കൂ, MNO. ഇപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? MNOP ആയിരിക്കും അടുത്തത്. എൻ്റെ അടുത്തതോ, അടുത്ത ലെറ്റർ ഏതാണ്? HIJK. ഓർഡറിലാണ് പോകുന്നത്. ഫസ്റ്റത്തെ ലെറ്റർ എന്ന് പറയുന്നത് MNOP, പിന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത് HIJ, പിന്നെ വരുന്ന K. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ പറഞ്ഞു? അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോജിക്കലും സെക്ഷനും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പേപ്പറിൽ വരുന്നത് നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ്, GK, അതുപോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്ന കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. Question number 61. What is India's rank in the 2018 Human Development Index? ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 130 ആണ്. 2018 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ 130th റാങ്ക് ആയിരുന്നു ഔട്ട് ഓഫ് 189 അതർ കൺട്രീസ്. ഓക്കെ, next question. India borrowed the idea of directive principles of state policy from the constitution of, ഇതൊക്കെയാണ് ഓപ്ഷൻസ്, റിപ്പബ്ലിക് ഓഫ് ജർമ്മനി, അയർലാൻഡ്, സൗത്ത് ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതിൻ്റെ പല ഫീച്ചേഴ്സും ബോറോ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മളോട് ഇവിടെ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഫീച്ചർ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫീച്ചർ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അയർലാൻഡ് ആണ്. അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ബോറോ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following is a federal feature of the Indian Constitution? ഫെഡറൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അല്ലേ? അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു
കംപ്ലീറ്റ്ലി ഫെഡറൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, കോസി ഫെഡറൽ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറൽ ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എ റിട്ടൺ ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, an independent judiciary, vesting of residuary powers with the state, distribution of powers between the center and states. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഫാക്ച്വൽ ആയിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇതിൽ തറോ ആയാലാണ് ഇതിൽ ആൻസേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ഒപ്റ്റ് ചെയ്യാൻ കഴിയുക. സോ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് തറോ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. 40 ക്വസ്റ്റ്യൻസ് ഈ പോർഷൻ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ Dr. B.R. Ambedkar as the heart and soul of the Indian Constitution? ഡോക്ടർ ബി ആർ അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് അല്ലെങ്കിൽ റൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതിൽ ആൻസർ വരുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയത്? ബിക്കോസ് ഇറ്റ് avails the citizens the right to approach the Supreme Court when their fundamental rights are violated. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്ട്ലി സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള റൈറ്റ് എന്ത് നൽകുന്നുണ്ട്? ആർട്ടിക്കിൾ 32 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ഈച്ച് സിറ്റിസൺ. ഓക്കെ, ഇനി ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനാണെങ്കിലോ അതിനുള്ള റൈറ്റ് തരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226. Okay. Sorry. So, moving on. Question number 65. The concept of public interest litigation originated in എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കോൺസെപ്റ്റ് ഏത് കൺട്രിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ. ഇതിൻ്റെ റൈറ്റ് ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, USA നിന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ കോൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When an organization is unable to honor its financial obligations or make payment to its creditors, it has an option to file for എന്തൊക്കെയാണ് ഓപ്ഷൻസ്? അപ്രോപ്രിയേഷൻ, ലിക്വിഡേഷൻ, ആർബിട്രേഷൻ ആൻഡ് ബാങ്ക്രപ്സി. ഒരു ഓർഗനൈസേഷന് അവരുടെ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തുന്നതിന്, അതായത് കടബാധ്യതയിലാകുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ഫയൽ ബാങ്ക്രപ്സി. ഓക്കെ, ബാങ്ക്രപ്സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ബാക്കി ഓപ്ഷൻസിൽ വരുന്ന അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേർപ്പസിനായിട്ട് അലൊക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് അങ്ങനെ ഒരു സ്പെസിഫിക് പേർപ്പസിനായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യണതിനെയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുക. ആൻഡ് ലിക്വിഡേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ആവട്ടെ. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്രപ്സിക്ക് ശേഷം വരുന്ന ഒരു പ്രോസസ്സാണ്. ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ ഒരു ലീഗലി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് എന്താ പറയുക, ഇറ്റ്സ് അണേബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ്സ് എന്നുള്ള ഒരു ലീഗൽ സ്റ്റാറ്റസ് നൽകുന്നതിനെയാണ് ബാങ്ക്രപ്സി എന്ന് പറയുക. സോ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം വരുന്ന ഒരു പ്രോസസ്സാണ്. അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ അസറ്റ്സ് ഒക്കെ സെല് ചെയ്തിട്ട് അതിൻ്റെ ലയബിലിറ്റീസ് തീർക്കുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുക. ആൻഡ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്
ഔട്ട് ഓഫ് കോർട്ടായിട്ട് ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യണ ഒരു മെത്തേഡാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് കോർട്ടായിട്ട് ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യണതിനെയാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രെൻഡ ഹെയിൽ വാസ് സോൺ ഇൻ ആസ് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഇൻ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 1 മിനിറ്റ്, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് UK ആണ്. ഓക്കെ, ബ്രെൻഡ ഹെയിൽ വാസ് സോൺ ഇൻ ആസ് ദ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഇൻ UK. Option C is the right answer. Next question. എന്താണ്? Among the following, which country suffered disintegration due to political fight on the basis of religious and ethnic identities? തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യുഗോസ്ലാവിയ, ഇന്ത്യ, നെതർലാൻഡ്സ് ആൻഡ് ബെൽജിയം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? റിലീജിയസ് ആൻഡ് എത്നിക് ഐഡന്റിറ്റീസിന്റെ പേരിലുണ്ടായ പൊളിറ്റിക്കൽ ഫൈറ്റ്സ് കാരണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കൺട്രി ഏതാണ്? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കൺട്രി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് യുഗോസ്ലാവിയ ആണ്. 1990s അവിടെ ഉണ്ടായ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതായത് റിലീജിയസ് ആൻഡ് എത്നിക് ആയിട്ടുള്ള ഐഡന്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടുണ്ടായ പൊളിറ്റിക്കൽ ഫൈറ്റ് കാരണമായിട്ട് യുഗോസ്ലാവിയ എന്ന് പറയുന്ന കൺട്രി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു പല കൺട്രീസ് ആയിട്ട്. സെർബിയ, ക്രൊയേഷ്യ അതുപോലുള്ള പല കൺട്രീസ് ആയിട്ട് 1990s ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, യുഗോസ്ലാവിയ ആണ്. ഇനി, who has become the first woman lawyer to be directly promoted as a judge of the Supreme Court? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? റോമ ജോസഫ്, സുധ മിശ്ര, മീനാക്ഷി അറോറ ആൻഡ് ഇന്ദു മൽഹോത്ര. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് വുമൺ ലോയർ ടു ബി ഡയറക്ട്ലി പ്രൊമോട്ടഡ് ആസ് ദ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിലേക്ക് സാധാരണ ഹൈക്കോടതി ജഡ്ജസിനെയാണ്, ഹൈക്കോടതി ജഡ്ജായിട്ട് 5 years സെർവ് ചെയ്ത ജഡ്ജസിനെയാണ് സാധാരണയായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. സോ അങ്ങനെയല്ലാതെ ഒരു ഹൈക്കോടതി ജഡ്ജായിട്ട് ആദ്യം സെർവ് ചെയ്യാതെ ഡയറക്ട്ലി സുപ്രീം കോടതി ജഡ്ജായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ആദ്യ വനിതാ ലോയറാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഇന്ദു മൽഹോത്രയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 70. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 70. ഇൻ ഇന്ത്യ ദ ടേം ഓഫ് ദ ഓഫീസ് ഓഫ് ഗവർണർ ഈസ്. ഗവർണറിന്റെ ഓഫീസ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? 3 years, 4 years, 5 years ആൻഡ് 6 years. ഇതിൻ്റെ റൈറ്റ് ആൻസർ 5 years ആണ്. ഗവർണറിന്റെ ഓഫീസ് ടേം എന്ന് പറയുന്നത് 5 years ആണ്. ആൻഡ് പക്ഷെ ആ ടേമിന്റെ ഇടയിൽ തന്നെ ഈ പ്രസിഡന്റ് വിഷസ് ടു എന്താ പറയാ, അയാളെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിച്ചാലും അതിന്റെ ഉള്ളിൽ തന്നെ അയാളെ ആ ഗവർണറിനെ ഒഴിവാക്കപ്പെടാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 71. The total number of judges in Supreme Court, including the Chief Justice of India, is. Chief Justice included ആയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 29, 25, 33 ആൻഡ് 31. ഇതിന്റെ റൈറ്റ് ആൻസർ ആക്ച്വലി വരെ 34 ആണ്, ബേസ്ഡ് ഓൺ ന്യൂ ഡാറ്റ. 2019 അമെൻമെന്റിന് ശേഷം 34 ജഡ്ജസ് ആണ്, ഇൻക്ലൂഡിങ് 33 ജഡ്ജസ് ആൻഡ് 1 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 33 + 1. സോ ഇവിടെ എന്താ പറയുക, ഇതൊരു ഓൾഡ് ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. ആക്ച്വലി ഇതിൻ്റെ ആൻസർ വരുന്നത് 34 ആണ് കേട്ടോ.
earlier it was ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏർലിയർ വെച്ചിട്ടുള്ള പ്രീവിയസ് ഡാറ്റ വെച്ചിട്ടാണെങ്കിൽ 31 ആണ്. 30 ജഡ്ജസ് പ്ലസ് 1 ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. സുപ്രീം കോർട്ടിലുള്ള ഇപ്പോഴത്തെ ജഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 34 ആണ്. ഓക്കെ, the age for registration as a voter under the Constitution of India is 21 years, 18 years, 20 years and 25 years. ഇത് എല്ലാവർക്കും അറിയാലോ. ഓപ്ഷൻ ഓപ്ഷൻ ബി 18 years. Next question. How many languages are recognized under the Constitution of India? Options എന്തൊക്കെയാണ്? 21, 28, 22 and 26. ഇതിലെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 22 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th സ്കെഡ്യൂളിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8th സ്കെഡ്യൂളാണ് കേട്ടോ. 8th സ്കെഡ്യൂൾ. ഇതിൽ ഏർലിയർ ഒറിജിനലി എത്രയായിരുന്നു? ഒറിജിനലി 14 ലാംഗ്വേജസ് ആയിരുന്നു. പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ് ബാക്കി ലാംഗ്വേജസ്. അങ്ങനെ ഇപ്പോൾ 22 ലാംഗ്വേജസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person can remain a minister in the Union Cabinet without being a member of either House of Parliament for a maximum period of എന്തൊക്കെയാണ് ഓപ്ഷൻസ്? 6 months, 3 months, 8 months and 1 year. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിന്റെ ഏതർ ഓഫ് ഹൗസസ്, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ അല്ലാതെ ഒരാൾക്ക് യൂണിയൻ ക്യാബിനറ്റിലെ മിനിസ്റ്റർ ആവാം. പക്ഷെ അത് എത്ര പീരിയഡിലേക്ക് മാക്സിമം എത്ര പീരിയഡിലേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ആൻസർ 6 months ആണ്. 6 monthsന്റെ ഉള്ളിൽ ആ വ്യക്തി ഐദർ ഓഫ് ദ ഹൗസസിലെ മെമ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 6 months ആണ്. ഓക്കെ, ആൻഡ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ 75 ഓക്കെ, 75. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who amongst the following discharges the functions of President of India in the absence of President and Vice President? പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ ആബ്സെൻസിൽ പ്രസിഡന്റൽ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുക ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടറി. അതിൻ്റെ റൈറ്റ് ആൻസർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റിൻ്റെയോ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിൻ്റെയോ രണ്ടുപേരുടെയും അഭാവത്തിൽ പ്രസിഡന്റൽ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കാണുള്ളത്. യെസ്, എന്താണ് ചോദിച്ചോളൂ. ആരോ റൈസ് ചെയ്തല്ലോ ഹാൻഡ്. എന്താണ് ഡൗട്ട്? ഒന്നുമില്ലേ? Shall we move on? Okay. So next question. Question number 76. The chairman of Constituent Assembly for India was, look at options. Zakir Hussain, Dr. Zakir Hussain, Dr. Rajendra Prasad, Dr. S. Radhakrishnan, Dr. B.R. Ambedkar. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു.
And note that don't confuse it with drafting committee chairman. ഡോക്ടർ അംബേദ്കർ BR അംബേദ്കർ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ അല്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻഡ് ലേറ്റർ ഹി ബിക്കേം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The preamble of the Indian Constitution, adopted on 26th November 1949, did not include the terms socialist, secular, integrity, republic. Select the correct answer from the options given below. ഈ തന്നിട്ടുള്ള വേർഡ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ ഇല്ലാതിരുന്ന പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ടേംസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 1, 2 and 3, അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ഇത് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിലെ 42nd അമെൻമെൻറ്റ് ആക്ട് വഴി ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ 3 വാക്കുകൾ. ഓക്കെ, 42nd അമെൻമെൻറ്റ് ആക്ട് വഴി. റിപ്പബ്ലിക് എന്നുള്ള പറയുന്നത് നേരത്തെ തന്നെ പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്ന ടേമാണ്. ഈ 42nd അമെൻമെൻറ്റിന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ, സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് പാർലമെന്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ. ആരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് പ്രിസൈഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്? വൈസ് പ്രസിഡന്റ് ആണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അതായത് രാജ്യസഭ പ്രിസൈഡ് ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, വൈസ് പ്രസിഡന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ഈസ്, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ദ പ്രൈം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് ആൻഡ് ദ പ്രസിഡന്റ്. ഡിഫൻസ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി പ്രസിഡന്റ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഡിഫൻസ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ cannot be more than, ഓപ്ഷൻസ് എന്തൊക്കെയാ? 545 members, 543 members, 560 members and 550 members. Maximum number of members in Lok Sabha ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി 550 members ആണ്. അതിൽ കൂടാൻ പാടില്ല. അതിൽ 530 സീറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിൽ നിന്നും പിന്നീട് വരുന്ന 20 എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ലോക്സഭയിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 543 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, കറൻ്റ്ലി എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 543 മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 81. Judges of the High Courts are appointed by the President on the recommendation of, options എന്തൊക്കെയാണ്? Prime Minister, Attorney General, Collegium of Judges of Supreme Court, Law Minister. ഹൈക്കോർട്ടിലെ ജഡ്ജസിനെ പ്രസിഡന്റ് ആരുടെ റെക്കമെൻഡേഷനിലാണ് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൊളീജിയം ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടാണ്. അതായത് ഈ കൊളീജിയം ഓഫ് ജഡ്ജസ് വിൽ ഇൻക്ലൂഡ് ആരാണ്? സുപ്രീം കോർട്ട് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ സീനിയർ ജഡ്ജസ്.
മറ്റ് സീനിയർ ജഡ്ജ്, സുപ്രീം കോർട്ടിലെ മറ്റ് സീനിയർ ജഡ്ജസും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അടങ്ങിയതാണ് കൊളീജിയം ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം. കൊളീജിയം എന്ന് പറയുന്നത് ഇവരുടെ റെക്കമെൻഡേഷനനുസരിച്ചാണ് ഹൈക്കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുക. ഓക്കെ, ഇതിന് പറയുന്നതാണ് കൊളീജിയം സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ഓൺ, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? 26 November 1949, 26 January 1950, 15th August 1950 and 26th October 1949. ഇതിന്റെ റൈറ്റ് ആൻസർ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തേ ഇതൊന്ന് ആൻസർ ചെയ്യാൻ. കമന്റിൽ ഇട്ടാൽ മതി. 26th November 1949 അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതെ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ് ആണ് 26 January 1950 എന്ന് പറയുന്നത്. അത് കൺഫ്യൂസ്ഡ് ആവരുത്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 26 November 1949 ആണ്. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ 26 January 1950. സോ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of Lok Sabha members who can table a no confidence motion against the Council of Ministers is. Options എന്തൊക്കെയാണ്? 30, 40, 50 and 60. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നോ കോൺഫിഡൻസ് മോഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര മെമ്പേഴ്സ് വേണം എന്നാണ്, എത്ര മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വേണം എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ സി 50 ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 50 ലോക്സഭ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നോ കോൺഫിഡൻസ് മൂവ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 50 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ഡിസ്കസ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി വോട്ടഡ് അപ്പോൺ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 84. In India, seats are reserved for women in options: Lok Sabha, State Legislative Assembly, Union Cabinet and Panchayati Raj bodies. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി പഞ്ചായത്തി രാജ് ബോഡീസ് ആണ്. ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിലും ആണ് വുമണിന് സീറ്റ് റിസർവ്ഡ് ആയിട്ടുള്ളത്. 33% ആണ് വുമൺ റിസർവേഷൻ വരുന്നത്. മറ്റുള്ളതിലൊക്കെ ചർച്ചയിലുണ്ടെങ്കിൽ കൂടെ അത് ലോ ആയിട്ട് ഇംപ്ലിമെന്റഡ് അല്ല. സോ പഞ്ചായത്തി രാജ് ബോഡീസിലാണ് വുമണിന് റിസർവേഷൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following offices is held during the pleasure of President of India? Options: Vice President, Governor of a State, Chief Justice of India, Chairman of UPSC. ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ ഗവർണറിനെ പ്രസിഡന്റിന് ഇഷ്ടത്തിന് അപ്പോയിന്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്? പ്രസിഡന്റിന് ഉണ്ട്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. നെക്സ്റ്റ് വൺ. NGT stands for National Green Tribunal, National General Tax, National Global Technology Initiative, Nuclear Green Technology. NGTന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. NGT സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസിന് മാത്രം കൺസിഡർ ചെയ്യുന്ന സ്പെഷ്യൽ കോർട്ടാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 87.
To promote women's rights globally, which country has launched its feminist foreign policy manual? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ജപ്പാൻ, സി ജർമ്മനി ആൻഡ് ഡി സ്വീഡൻ. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ജർമ്മനിയാണ്. ജർമ്മനിയാണ് അവരുടെ ഫോറിൻ പോളിസിയിൽ വുമണിന് വേണ്ടിയിട്ട് അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഫെമിനിസ്റ്റ് ഫോറിൻ പോളിസി മാനുവൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 88. Mansab in the Mughal administration was a option A tax, option B unit of measurement, option C rank or grade, and D legal expert. മുഗൾ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആൻഡ് അത് മൻസബ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൻസബ് എന്ന് പറയുന്നത് ഒരു റാങ്ക് ആണ്, ഒരു റാങ്ക് ഓർ ഗ്രേഡ് ആണ് മൻസബ് എന്ന് പറയുന്നത്. അവർക്ക് കൊടുത്തിട്ടുള്ള പൊസിഷൻ, അതുപോലെ തന്നെ അവരുടെ സാലറി, സൊസൈറ്റിയിലെ പൊസിഷൻ, ഇതൊക്കെ പറയുന്ന ഒരു ഇത് പറയുന്ന ഒരു പൊസിഷനാണ് എന്ത് മൻസബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹു ഈസ് ദ ഓതർ ഓഫ് അർത്ഥശാസ്ത്ര? ഓപ്ഷൻ എ കൗട്ടില്യ. എല്ലാവർക്കും അറിയാം അല്ലേ? അർത്ഥശാസ്ത്രം എഴുതിയത് കൗട്ടില്യ. കൗട്ടില്യ എന്ത് എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? ചാണക്യ എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓ, ചോദിച്ചോളൂ. മറ്റേ ഫെമിനിസ്റ്റ് ഫോറിൻ പോളിസി മാനുവൽ പറഞ്ഞില്ലേ? അതെ, അത് സ്വീഡൻ അല്ലേ? അതില് റൈറ്റ് ആൻസർ കൊടുത്തിട്ടുള്ളത് ആൻസർ കീയില് ജർമ്മനി എന്നുള്ളതാണ്. അല്ല, സ്വീഡൻ ആണ്. ഞാനിപ്പോ ഡൗട്ട് തോന്നിയപ്പോ ഗൂഗിളും ചെയ്ത് നോക്കി, സ്വീഡൻ ആണ്. ഓക്കെ, മേ ബി അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എറേഴ്സ് സംഭവിക്കാറുണ്ട്. സോ ലെറ്റ് മീ കൺഫേം ഇറ്റ് വൺസ് അഗൈൻ. നമുക്ക് സെഷൻ്റെ ലാസ്റ്റ് ഞാൻ നോക്കിയിട്ട് കൺഫേം ചെയ്ത് പറയാട്ടോ. മേ ബി അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു എറർ ആവാം. സ്വീഡൻ ആയിരിക്കാം അതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, so question number 90. Ajaris or fire temples are the place of worship for the options എന്തൊക്കെയാണ്? Jews, Mages, Khasi and Parsis. ഫയർ ടെമ്പിൾസ് ആരുടെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പാർസീസിൻ്റെ പ്ലേസ് ഓഫ് വർഷിപ്പാണ് ഫയർ ടെമ്പിൾസ് എന്ന് പറയുന്നത്. ഫയറിന് അവർ സാക്രഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്, അവരതിനെ ആരാധിക്കുന്നുണ്ട്. സോ ഫയർ ടെമ്പിൾസ് എന്ന് പറയുന്നത് പാഴ്സീസിൻ്റെ പ്ലേസ് ഓഫ് വർഷിപ്പാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which among the following communities of Rajasthan is particularly famous for their commitment to protect Khejari tree? ഇതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഗൊഗോയ്, ബിഷ്ണോയ്, മൗരി, ബക്കർവാൾ. ഇതിൻ്റെ റൈറ്റ് ആൻസർ പറയുന്നത് ബിഷ്ണോയ് ആണ്. ഓപ്ഷൻ ബി ബിഷ്ണോയ് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ബിഷ്ണോയ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരുടെ എൻവയോൺമെൻറ്റൽ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ എൻവയോൺമെൻറ്റൽ വാല്യൂസിനൊക്കെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബിഷ്ണോയ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അവരുടെ കൾച്ചറൽ ട്രഡീഷൻസിനും കൾച്ചറലായിട്ട് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീ ആണ് എന്തെന്ന് പറയുന്നത് ഖെജാരി ട്രീ എന്ന് പറയുന്നത്. സോ they are dedicated to protect these trees. ഇത് നല്ല ഹോട്ട് ക്ലൈമറ്റിൽ, നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ, ആരിഡ് ഏരിയാസിലൊക്കെ വളരുന്ന ഒരു ട്രീ ആണ് ഖെജ്രി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Who among the following was the first woman chief minister of an Indian state? Options: Mayavati, Mamata Banerjee, Jayalalitha, Sucheta Kripalani. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് എൻ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. യു പിയിലായിരുന്നു ഈ ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളത്. 1963-ലാണിത് കേട്ടോ. ആദ്യമായിട്ട് ഒരു വുമൺ ചീഫ് മിനിസ്റ്റർ ഉണ്ടാകുന്നത് യു പിയിലാണ്. ആൻഡ് ഇറ്റ് വാസ് സുചേത കൃപലാനി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Marriage role which requires from an individual to marry outside of his or her own group is called, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എൻഡോഗമി, എക്സോഗമി, മോണോഗമി ആൻഡ് ബിഗമി. അവരുടേതായിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽ നിന്നോ ഒക്കെ കല്യാണം കഴിക്കുന്നതിന് എന്താന്ന് പറയുകയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന് എക്സോഗമി എന്നാണ് പറയുക. എൻഡോഗമി എന്ന് പറഞ്ഞാൽ സെയിം കമ്മ്യൂണിറ്റിന്ന് അല്ലെങ്കിൽ സെയിം കാസ്റ്റിൽ നിന്നൊക്കെ മാരി ചെയ്യണതിനെയാണ് എൻഡോഗമി എന്ന് പറയാം. ആൻഡ് മോണോഗമി എന്ന് പറഞ്ഞാൽ സിംഗിൾ പാർട്ട്ണർ ആയിട്ടുള്ള ഒരു മാരേജ് സിസ്റ്റത്തിനെയാണ് മോണോഗമി എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ ബിഗമി എന്ന് പറഞ്ഞാൽ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കുന്നതിനെയാണ് ബിഗമി എന്ന് പറയും. ഓക്കെ. ഇനി which country has declared the ancient Hindu religious site of Panch Tirath as national heritage? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് മ്യാൻമർ. ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി പാകിസ്ഥാനാണ്. ഓക്കെ. അവരുടെ പാകിസ്ഥാനിലെ പേഷാവർ എന്ന് പറയുന്ന സ്ഥലത്ത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റാണ് പഞ്ച് തിരത്ത് എന്ന് പറയുന്നത്. സോ പാകിസ്ഥാനാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി പാകിസ്ഥാൻ. The first modern industry to develop in India was, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി, കോട്ടേജ് ഇൻഡസ്ട്രി ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി. അതിൽ റൈറ്റ് ആൻസർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്. ഫസ്റ്റ് മോഡേൺ ഇൻഡസ്ട്രി ടു ഡെവലപ്പ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 96. Which of the following high courts has the largest number of benches? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? കൊൽക്കത്ത ഹൈക്കോർട്ട്, ഗുവാഹട്ടി ഹൈക്കോർട്ട്, മധ്യപ്രദേശ് ഹൈക്കോർട്ട് ആൻഡ് ബോംബെ ഹൈക്കോർട്ട്. ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഗുവാഹട്ടി ഹൈക്കോർട്ട്. ഗുവാഹട്ടി ഹൈക്കോർട്ടിലാണ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ബെഞ്ചസ് ഉള്ളത്. ഓക്കെ. ഇനി which of the following countries is not a member of SAARC? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ബംഗ്ലാദേശ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. ആക്ച്വലി 2007 അഫ്ഗാനിസ്ഥാൻ സാർക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളതാണ്. സാർക്കിലെ മെമ്പർ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷേ ലേറ്റർ ഓൺ താലിബാൻ റൂളിനൊക്കെ ശേഷം 2021 അഫ്ഗാനിസ്ഥാൻ സാർക്കിൻ്റെ ഒഫീഷ്യൽ ആക്ടിവിറ്റീസ് നിന്നൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. സോ ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അഫ്ഗാനിസ്ഥാനാണ്. ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്? സാർക്കിലെ മെമ്പേഴ്സ് ആണ്. ഓക്കെ. ഇനി question number 98. With reference to the colonial period of India, the trade monopoly of the East India Company was ended by ഏത് ചാർട്ടർ, ഏത് ആക്ട് വഴിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളി എൻഡ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? The Regulating Act of 1773, the Charter Act of 1813, the Indian Council Act of 1861 and Pitt's India Act of 1784. ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. ഈ ആക്ട് വഴിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളി എൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
അതിനുശേഷം മറ്റ് ബ്രിട്ടീഷ് ട്രേഡേഴ്സ് were also allowed to make trade in India. Okay, to do trade in India. So, next question എന്താണ്? Question number 99. Which of the following is not a condition for becoming a citizen of India? സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള കണ്ടീഷൻസ് അല്ലാത്തത് എന്താണ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ബർത്ത്, ഡിസെൻഡ്, നാച്ചുറലൈസേഷൻ ആൻഡ് അക്വയറിംഗ് പ്രോപ്പർട്ടി. ഒരാൾ ബർത്ത് വഴി സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഡിസെൻഡ് വഴി, പാരൻറ്റേജ് വഴി ഒരാൾക്ക് എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് കിട്ടും. ആൻഡ് ബൈ നാച്ചുറലൈസേഷനും ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതാണ്. നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? certain conditions ഫുൾഫിൽ ചെയ്താലോ ഒരു ഫോറിനർ ഒരു ഫോർ എക്സാമ്പിൾ ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഐ തിങ്ക് ഇഫ് ഐ എം റൈറ്റ് 12 ഇയേഴ്സ് ആണ് അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. 12 ഇയേഴ്സ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് റിസൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സും കൂടെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ്? സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതാണ്. സോ അതിനെയാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? അക്വയറിംഗ് പ്രോപ്പർട്ടി. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഒരാൾ ഇന്ത്യയിൽ ഒരു കുറച്ച് പ്രോപ്പർട്ടി അക്വയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്താണ് അയാൾക്കൊരു സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 100. Where was India's first plant to produce diesel from plastic waste set up? പ്ലാസ്റ്റിക് വേസ്റ്റ് നിന്ന് ഡീസൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പ്ലാന്റ് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ആഗ്ര, മധുര, ലക്നൗ ആൻഡ് ഗോരഖ്പൂർ. ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് മധുരയാണ്. മധുരയിലാണ് ആദ്യമായിട്ടുള്ള അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്ന് ഡീസൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് മധുരയിലാണ്. സോ വി ഹാവ് കം ടു ആൻ എൻഡ് ഓഫ് ദിസ് പേപ്പർ. ലെറ്റ് മീ ടേക്ക് എ മൊമെന്റ്. ഷാൽ വി നമുക്ക് ആക്ച്വലി കുറച്ച് ടൈമും കൂടെ എടുക്കാം. ഇഫ് യു ഗൈസ് ആർ വില്ലിങ്, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കുറച്ച് ഡിസ്കസ് ചെയ്യാം. അത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, സോറി. സോ നമുക്ക്
ഇതിൽ കുറച്ച് ഇംഗ്ലീഷിൻ്റെ പോർഷൻസും കുറച്ച് ക്വസ്റ്റ്യൻസും ഇതിലത്തെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐ സെൽദം പ്ലേ ക്രിക്കറ്റ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഡു ഐ, ഓപ്ഷൻ ബി ഡോണ്ട് ഐ, സി ഡസ് ഐ, ആൻഡ് ഡി ഹാവൻറ്റ് ഐ. ഇതിൽ അതെ, ഡു ഐ ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ടാണ് ഡു ഐ എന്ന് വരുന്നത്? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഐ സെൽദം പ്ലേ ക്രിക്കറ്റ് എന്നാണ്. ഈ സെൽദം എന്നുള്ള ടേമിൻ്റെ അർത്ഥം എന്താണ്? റയർലി എന്നുള്ളതാണ്. അതായത് അപൂർവമായിട്ടാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാഡറി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വരേണ്ടത്. അതായത് നമ്മൾ 2 പ്രാവശ്യം ഒരു നെഗറ്റീവ് ടേം എന്ത് ചെയ്യും ഒരു സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യൂല. സോ അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് സെൻസ് തരുന്ന ഒരു ടാഗ് ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഇതിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഡു ഐ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി വാസ് വെരി സിമ്പിൾ ആൻഡ് ഇന്നസെൻറ്റ്. ഹിസ് ബിഹേവിയർ വാസ് ഡാഷ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ചൈൽഡിഷ്, ചൈൽഡ് ലൈക്ക്, പ്രൗഡ് ആൻഡ് ഹംബിൾ. ഇതിന്റെ റൈറ്റ് ആൻസർ ആരോ പറഞ്ഞല്ലോ? ആക്ച്വലി ഇതിന്റെ ആൻസർ വരുന്നത് ചൈൽഡ് ലൈക്ക് ആണ്. ഹംബിൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമ്മളൊരു കുട്ടിയെ പോലുള്ള ഇന്നസെൻസ് എന്നല്ലേ പറയാ, അതിനെയാണ് ഇവിടെ ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്നത്. ഇവിടെ ചൈൽഡിഷ് എന്ന് യൂസ് ചെയ്താൽ അതൊരു നെഗറ്റീവ് സെൻസിലാണ് വരിക. ആൻഡ് ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ നിഷ്കളങ്കമായിട്ടുള്ളത് എന്നാണ്. ഹംബിളാണ്. എന്താണ് ഹംബിളിന്റെ മീനിങ് എന്തായിരുന്നു? ഹംബിളിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള എന്നുള്ളതാണ് അർത്ഥം. അത് കൈൻഡ് ആയിട്ടുള്ള അങ്ങനത്തെ അർത്ഥമാണ് ഹംബിൾ എന്നുള്ളതുകൊണ്ട് വരുന്നത്. സോ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് മാച്ച് ചെയ്യുക ചൈൽഡ് ലൈക്ക് എന്നുള്ളതാണ്. നമ്മൾ എക്സാംസിൽ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് ഏതാണോ വരുന്നത് എന്നുള്ളതാണ്. ഹംബിൾ എന്ന് പറയുമ്പോൾ കൈൻഡ് ആയിട്ടുള്ള എന്നൊക്കെ വരുന്ന ഒരു അർത്ഥമാണ്. ആൻഡ് ഹംബിൾ ഓൾസോ എന്താണ് കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ ഇവിടെ മോർ അക്യുറേറ്റ് എന്താണ്? ഓപ്ഷൻ ബി ചൈൽഡ് ലൈക്ക് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ പോസിറ്റീവ് സെൻസ്. ഇവിടെ ചൈൽഡിഷ് ആവുമ്പോൾ എന്താണ്? അതൊരു നെഗറ്റീവ് സെൻസിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3. എവ്രിവൺ ഷുഡ് അറ്റൻഡ് ഡാഷ് ദെയർ ഡ്യൂട്ടീസ് സിൻസിയർലി. ഇതൊരു പ്രൊപ്പോസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഓൺ, ടു, ഓഫ്, വിത്ത്. ഇതൊന്ന് ആൻസർ ചെയ്തേ ആരെങ്കിലും. ഓണോ? 2 ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ശരിക്കും അതെങ്ങനെ കണ്ടുപിടിച്ച? അത് ഇംഗ്ലീഷിലെ യൂസേജ് അങ്ങനെയാണ് വരുന്നത്. അറ്റൻഡ് ടു എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ സെർവ് ചെയ്യാനൊക്കെ നമ്മൾ അറ്റൻഡ് ഓൺ ഗസ്റ്റ് എന്നൊക്കെ പറയില്ലേ. അതായത് ഗസ്റ്റിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഓൺ എന്നുള്ള ടേം യൂസ് ചെയ്യാം. ഓക്കെ, ഓഫ് ആൻഡ് വിത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്യൂട്ടബിളേ അല്ലാത്തൊരു ഗ്രാമാറ്റിക്കൽ യൂസേജ് ആവും. സോ ഇവിടെ കൺഫ്യൂഷൻ ഉള്ളത് എന്താണ്? ഓൺ ആൻഡ് ടു എന്നുള്ളത് ആണ്. ഓൺ ആൻഡ് ടു. ഓൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതുപോലെ ഒരാളെ സെർവ് ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഓൺ എന്നുള്ള പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ നമ്മൾ എന്താണ്? ഡ്യൂട്ടീസിനെയാണ് നമ്മളെ ഡ്യൂട്ടീസ് സിൻസിയർ ആയിട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷന് 2 ആണ്. ഓക്കെ, വ്യക്തികളെ സെർവ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഓൺ. ഓക്കെ, ആൻഡ് ഇത് രണ്ടും ഇവിടെ സ്യൂട്ടബിൾ അല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ പാർട്ട് വിച്ച് ഹാസ് എൻ എറർ.
With each academic year, the number of applicants are increasing in all universities. ഇതിന് എ ബി സി ഡി ഈ സെൻറ്റൻസിനെ 4 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് പാർട്ടിലാണ് എറർ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പം എങ്ങനെയാണ് കണ്ടെത്തുക? ഫസ്റ്റ് നമ്മളിതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സെൻറ്റൻസിലെ ഗ്രാമാറ്റിക്കൽ എററാണ് കണ്ടെത്തേണ്ടത്. സോ ഇതിൽ എന്താണ് ഗ്രാമാറ്റിക്കൽ എറർ എന്ന് നോക്കാം. സോ ഇവിടെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്നുള്ളതാണ് ഇവിടെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഇറ്റ് സീംസ് ലൈക്ക് പ്ലൂറൽ ആണെന്ന് തോന്നും, പക്ഷേ ഇതെന്താണ്, സിംഗുലർ ആണ്. ഇതിൻ്റെ അപ്ലിക്കൻസിനെ അല്ല എംഫസൈസ് ചെയ്യണത്, മറിച്ച് അപ്ലിക്കൻസിൻ്റെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആണ്, നമ്പറിനെയാണ്, എണ്ണം എന്നുള്ളതാണ് പറയുന്നത്. എണ്ണം എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ളതാണ്. സോ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് ഫോം എന്താണ്, ഈസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കൂ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ആർ ഇൻക്രീസിങ് എന്നാണ്. ആർ എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ആവുമ്പോൾ യൂസ് ചെയ്യണ യൂസേജ് ആണ്. ഓക്കെ, സോ ഇവിടെ എറർ ഉള്ള പോർഷൻ എന്താണ്, ഓപ്ഷൻ സി. ഈ പാർട്ടിലാണ് ഇവിടെ എറർ വന്നിട്ടുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ ആന്റോണിം ഓഫ് സ്കെപ്റ്റിക്കൽ ഈസ്. നേരത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ ആന്റോണിം ഓഫ് സ്കെപ്റ്റിക്കൽ ഈസ്. സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് സ്കെപ്റ്റിക്കൽ എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആന്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ, ഡൗട്ട്ഫുൾ, കൺവിൻസ്ഡ്, ക്വസ്റ്റ്യനിങ് ആൻഡ് സിനിക്. ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, കൺവിൻസ്ഡ് ആണ്. ബാക്കിയൊക്കെ എന്താണ്, ഒരു തരത്തിൽ ഇതേ സെയിം മീനിങ് വരുന്നതാണ് ബാക്കി ഓപ്ഷൻസ് ഒക്കെ. സോ ഒരുവിധപ്പെട്ട എല്ലാ സിനോണിം ആന്റോണിം ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു ഒറ്റ ഓപ്ഷനേ ഉണ്ടാവുള്ളൂ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ, അതായത് അതിന്റെ ആന്റോണിം ആയിട്ട് വരിക. ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്തായിരിക്കും, ഈ തന്നിട്ടുള്ള ടേമിന്റെ തന്നെ സിനോണിംസ് ആയിരിക്കും. സോ നമുക്കതിന്റെ റൈറ്റ് മീനിങ് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്കതിന്റെ ആൻസർ കണ്ടെത്താവുന്നതാണ്. So, next question. The phrase ex officio means, എന്തൊക്കെയാണ് ഓപ്ഷൻസ്, ബൈ വിർച്യൂ ഓഫ് പ്രീവിയസ്ലി ഹെൽഡ് പൊസിഷൻ, ഫോർമർ ഒഫീഷ്യൽ, ബൈ വിർച്യൂ ഓഫ് ഓഫീസ്, ഔട്ട്സൈഡ് ദ ഓഫീസ്. എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. ആൻഡ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പദവി ഉള്ളത് കൊണ്ട് ലഭിക്കുന്ന മറ്റൊരു അധികാരം. ഓക്കെ, സോ ഇതിൽ ആ സെയിം മീനിങ് വരുന്നത് എന്താണ്, ബൈ വിർച്യൂ ഓഫ് ദ ഓഫീസ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണെന്നല്ലേ. സോ വൈസ് പ്രസിഡന്റ് എന്നുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് അയാൾക്ക് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് ഉള്ള പൊസിഷനും കൂടെ ഉള്ളത്. സോ ഇതിന്റെ മീനിങ് എന്താണ്, ബൈ വിർച്യൂ ഓഫ് ഓഫീസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റോണിം ഓഫ് കോപ്പിയസ് ഈസ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്, ഇമിറ്റബിൾ, ഷോർട്ടേജ്, ഷെയ്ക്കി ആൻഡ് അൺപ്രസിഡന്റഡ്. കോപ്പിയസ് എന്ന് പറഞ്ഞിട്ട് അതെ, ഷോർട്ടേജ് ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കോപ്പിയസ് എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി എന്നുള്ള മീനിങ് ആണ്, അബണ്ടന്റ് ആയിട്ട്, പ്ലെന്റി എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കോപ്പിയസ് എന്ന് പറയുന്ന ടേം മീൻ ചെയ്യുന്നത്. സോ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, ഷോർട്ടേജ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ഇല്ലെജിബിൾ. എന്തൊക്കെയാണ് ഓപ്ഷൻസ്, ഓപ്ഷൻ എ അൺഡിസൈഫറബിൾ,
hieroglyphic, hard to make out and illegitimate. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഈ ഇല്ലെജിബിൾ എന്ന് പറഞ്ഞ ടേമിന്റെ സിനോണിം അല്ലാത്ത ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഡി അല്ലേ? അതെ, ഡി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇതിന്റെ സിനോണിം ആയിട്ട് വരും. ഇല്ലെജിബിൾ എന്ന് പറഞ്ഞാൽ റീഡബിൾ അല്ലാത്ത, റീഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള മെസ്സി ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ നമുക്ക് എന്താണ് വായിക്കാൻ പറ്റാത്തതിനെയാണ് ഇല്ലെജിബിൾ എന്ന് പറയുക. ആന്റോണിം ഓഫ് ഡിസ്ഡെയിൻ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഇൻഅപ്രോപ്രിയേറ്റ്, ഡിസ്കസ്ഡ്, ആങ്കർ ആൻഡ് അഡ്മിറേഷൻ. ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അഡ്മിറേഷൻ ആണ്. ഡിസ്ഡൈൻ എന്ന് പറഞ്ഞാൽ ഒരാളെ താഴ്ത്തി കാണുന്ന രീതിയിലുള്ള എന്ന മീനിങ് ആണ് ഡിസ്ഡൈൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളെ അവഹേളിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഡിസ്ഡൈൻ എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് എന്താണ്? ഓഫ് കോഴ്സ് അഡ്മിറേഷൻ ആണ്. ഒരാളെ ആരാധനയോടെ കാണുന്നതിനെയാണ് അഡ്മിറേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സിനോണിംസ് ആയിട്ട് സിമിലർ മീനിങ് വരുന്ന ടേംസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ബക്കിൾ ഡൗൺ മീൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഗോ ഫോർ എ വെക്കേഷൻ, ഡ്രോപ്പ് എ സബ്ജക്ട്, ടേക്ക് ഇറ്റ് ഈസി ആൻഡ് വർക്ക് സീരിയസ്ലി. ഇതൊക്കെയാണ് തന്നിട്ടുള്ള ഓപ്ഷൻസ്. സോ ഇതൊരു ഇഡിയം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടു ബക്കിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മീൻ ചെയ്യുന്നത്? ബക്കിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടും അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഒരു ജോലി ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, ടു ബക്കിൾ ഡൗൺ എന്ന് പറയാം. നമ്മൾ എക്സാം ടൈമിലൊക്കെ സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് ബക്കിൾ ഡൗൺ എന്ന് പറയാം. ടു വർക്ക് സീരിയസ്ലി. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. In his lecture, Rohan dash causes of the Gulf War. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? Dealt on the, dealt for the, dealt with the and dealt of the. Dealt with the. Yes, dealt with the. ഇതാണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? സോ മൂവിങ് ഓൺ, which of the following sentences is grammatically correct? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? What wonderful painting, exclaimed Ravi. ആ സെന്റൻസിൽ നമുക്ക് എറർ കാണാം അല്ലേ? സോ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ എറർ ഉണ്ട്. സോ ഇത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. നമ്മളിവിടെ കറക്റ്റ് ആയിട്ടുള്ള എന്തായിരിക്കും? വാട്ട് എ വണ്ടർഫുൾ പെയിന്റിംഗ് എന്നായിരിക്കും. നമുക്ക് റീഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അല്ലേ? വാട്ട് വണ്ടർഫുൾ പെയിന്റിംഗ് എന്നല്ല, വാട്ട് എ വണ്ടർഫുൾ പെയിന്റിംഗ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ദ യൂണിവേഴ്സിറ്റി അവാർഡഡ് മിസ്റ്റർ മൂർത്തി എ ഓണററി ഡിഗ്രി. ഇവിടെയും എന്താണ്? നമുക്ക് ഗ്രാമാറ്റിക്കൽ എറർ കാണാം. എന്താണ് ഇവിടുത്തെ ഗ്രാമാറ്റിക്കൽ എറർ? എ ഓണററി ഡിഗ്രി എന്ന് പറയൂല, ആൻ ഓണററി ഡിഗ്രി എന്നാണ് പറയുക. ഇവിടെ ഹെച്ച് ആണെങ്കിൽ വൊവൽ സൗണ്ട് അല്ല, ഹെച്ച് ആണെങ്കിൽ കൂടെ എന്താണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അവിടെ വൊവൽ ആയിട്ടാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ആൻ എന്ന് വരുന്നതാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള യൂസേജ് വരിക. സോ ഇതിലും ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട്. സോ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് എന്താണ്? ദർ ഈസ് എ ഡിന്നർ ഇൻ ഹിസ് ഓണർ. There is a dinner in his honor. ഈ സെന്റൻസിൽ നമുക്ക് എറർ ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ ദിസ് മേ ബി ദ റൈറ്റ് ആൻസർ. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ അതർ ഓപ്ഷൻ ആസ് വെൽ. എന്താണ് അടുത്ത ഓപ്ഷൻ? ദ സീസൺ ജസ്റ്റ് ബിഫോർ വിന്റർ വെൻ ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ഈസ് കോൾഡ് ആൻ ഓട്ടം. ഇവിടെ നമുക്ക് എന്താണ് എറർ കാണാം അല്ലേ? ഇവിടെ ആൻ എന്നുള്ള യൂസേജിന്റെ ആവശ്യകത ഇല്ല. അതില്ലാത്തതാണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള യൂസേജ്. സോ ദിസ് ഇസ് ഓൾസോ എ റോങ് ഓപ്ഷൻ. സോ ഓപ്ഷൻ സി, ദർ ഇസ് എ ഡിന്നർ ഇൻ ഹിസ് ഓണർ എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
Next question. The antonym of ostentatious is, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? Nescient, if I'm pronouncing it right, and next option awkward, C bankrupt, and D modest. Ostentatious, അതെ മോഡസ്റ്റ് ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഒസ്റ്റൻറ്റേഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റൻഷൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ എന്നുള്ള അർത്ഥമാണ് ഒസ്റ്റൻറ്റേഷ്യസ് എന്നുള്ള ടേമിൻ്റെ അർത്ഥം. ആൻഡ് മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹമ്പിൾ ആയിട്ടുള്ള, എന്താ പറയുക, ഷോ ഓഫ് ഒന്നും ചെയ്യാത്ത രീതിയിൽ എന്നുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് മോഡസ്റ്റ് എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഷീ ആസ്ക്ഡ് us if we had anything to say. Change into direct narration. സോ ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ഒന്ന് ശ്രമിച്ചേ ഇതിൽ ആൻസർ. She asked to us, do you have anything to say? അതല്ല, ഇതിലെ റൈറ്റ് ആൻസർ ബി ആണ് ആക്ച്വലി. ഇവിടെ നമുക്കത് കൺഫ്യൂസിങ് ആയിരിക്കും, രണ്ടും ശരിയായിട്ട് തോന്നാം. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ ടെൻസ് മാറ്റാൻ ശ്രദ്ധിക്കണം. പാസ്റ്റ് ടെൻസിലായിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയുക, അത് പ്രസന്റ് ടെൻസിലാക്കണം. ആൻഡ് എക്സ്ക്ലമേഷൻ കൊടുക്കണം, അതൊക്കെയാണ്. എക്സ്ക്ലമേഷൻ ഒക്കെ ഇവിടെ എല്ലാത്തിലും കറക്റ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഷീ ആസ്ക്ഡ് us if we had anything to say. ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ ഡി ആണെങ്കിൽ എന്താണ്? ഡു എന്നുള്ള വേർബ് വരുന്നുണ്ട് അല്ലേ? സോ അത് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ആ സെയിം വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ഇവിടെ വരണം. സോ അങ്ങനെ ഒരു വേർഡ് ഇതിലില്ല. ഡിഡ് എന്നുള്ള വേർഡിൻ്റെ യൂസേജ് ഇവിടെ വരുന്നില്ല. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഷീ സെഡ് ടു us, have you anything to say എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹി സെഡ് ഗുഡ് മൈ ഫ്രണ്ട്സ്, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് നറേഷൻ. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഡയറക്റ്റ് സ്പീച്ചസിൻ്റെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പേപ്പറിൽ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. സോ അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരാൾ ഗുഡ് ബൈ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ഹി സെഡ് ഗുഡ് ബൈ എന്നല്ല പറയുക, ഹി ബെയ്ഡ് ഗുഡ് ബൈ എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗുഡ് ബൈ എന്ന് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെയ്ഡ്. ബിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസന്റ് ടെൻസ് ആണ്. ബെയ്ഡ് എന്ന് പറയുന്നതാണ് ഹി ബിഡ് ഗുഡ് ബൈ എന്നുള്ളതാണ്. സോ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമ്മളിത് ഹി ബെയ്ഡ് ഗുഡ് ബൈ ടു ഹിസ് ഫ്രണ്ട്സ്. ഓപ്ഷൻ ബി ആണ് ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി the indirect, question number 16, the indirect speech of he said to her she has to cook food for him. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? He told her that she has to cook food for him. He told her that she had to cook food for him. She told her that she needs to cook food for him. And next option എന്താണ്? He told her that she would have to cook food for him. He told her that she had to cook for him. B? യെസ്, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ നമ്പർ 17. നമുക്കൊരു 20th ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 17, ഡു യു വാണ്ട് ഡാഷ് ഇയർ ലോങ് പ്രോഗ്രാം? എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ് ആൻസർ? അതെ, ഓപ്ഷൻ ബി ആൻ ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ വൈ എന്ന് പറയുന്നത് വൊവൽ അല്ല, കുങ്കി അല്ലെങ്കിൽ കൂടെ
നമ്മളത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വവൽ സൗണ്ടിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ആൻ എന്നുള്ള പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക. സോറി, ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യാം. പ്രപ്പോസിഷൻ അല്ല, ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലാക്ക് അബ്സോർബ്സ് ഹീറ്റ് ഡാഷ് വൈറ്റ് റിഫ്ലെക്ട്സ് ഇറ്റ്. ബട്ട് ഓപ്ഷൻ സി ബട്ട് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ബ്ലാക്ക് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, പക്ഷെ വൈറ്റ് റിഫ്ലക്ട് ചെയ്യുവാണ് ചെയ്യാന്ന് പറയുന്നത്. സോ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബട്ട് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19. ഡാഷ് ഹിസ് ഇൽനെസ് രവി കണ്ടിന്യൂ ടു വർക്ക്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഡിസ്പൈറ്റ് ദ ഫാക്ട്, സിൻസ്, ഇൻ ആസ് മച്ച് ആസ്, ഇൻ സ്പൈറ്റ് ഓഫ്. In spite of. റൈറ്റ്. ഓപ്ഷൻ ഡി ഇൻ സ്പൈറ്റ് ഓഫ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇവിടെ ആപ്റ്റ് ആവുന്നതല്ല. ഡിസ്പൈറ്റ് ദ ഫാക്ട് എന്നുള്ളതാണെങ്കിൽ എന്തായിരിക്കും? അതിനുശേഷം ദാറ്റ് എന്നുള്ള ഒരു ടേം വരണം. അതിവിടെ ഇല്ല. സിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിൻസും അതുപോലെ തന്നെ ഇൻ ആസ് മച്ച് ആസ് എന്ന് പറയുന്നതും ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു യൂസേജും അല്ല. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? He was astonished dash the sad news. ഓപ്ഷൻ എ അറ്റ് ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ടു ദ സാഡ് ന്യൂസ് എന്ന് നമ്മൾ പറയില്ല. അതുപോലെ തന്നെ അസ്റ്റോണിഷ്ഡ് വിത്ത് ദ സാഡ് ന്യൂസ് എന്നും പറയില്ല. ആൻഡ് ഇൻ ദ സാഡ് ന്യൂസ് എന്ന് പറയുന്നതും എന്തായിരിക്കും? റോങ് ആയിട്ടുള്ള യൂസേജ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ എ അറ്റ് ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ഒരുപാടായി. നിങ്ങൾക്കും ഇനിയും ലെക്ചർ കേൾക്കണതിൽ വലിയ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരുപാട് ടൈം ആയതുകൊണ്ട്. സോ നമുക്കിനി അടുത്ത സെഷൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വെച്ചിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. സോ നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഇംഗ്ലീഷിൽ എന്താ പറയുക, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിങ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ റൈറ്റ് ആൻസർ ആണ് എന്ന് കരുതിയിട്ട് കോൺഫിഡൻസിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് റോങ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്വസ്റ്റ്യൻസ് നല്ലോണം ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് അവിടെ ലൂസ് ആവുകയും ചെയ്യും. സോ നന്നായിട്ടൊക്കെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു മാം.